10 ആണ്ടേ 10 ഉറുമ്പേ നീ കിടക്കട. ഒന്നും മനസ്സിലായില്ലല്ലേ? 10 ഉറുമ്പേ നീ കിടക്കട എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. തീർച്ചയായിട്ടും സ്പെല്ലിംഗ് പഠിക്കുവാനുള്ള ചില കുറുക്കു വഴികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടേറിയ ചില വാക്കുകൾ, അതിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെ നമുക്ക് ഹൃദിസ്ഥമാക്കാം, തെറ്റാതിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളൊരു വാക്കാണ് ലഫ്റ്റനൻറ്റ്. ലഫ്റ്റനൻറ്റ് അല്ലേ? ഒരു ഓഫീസറുടെ ഔദ്യോഗിക പേരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്പെല്ലിംഗ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഈ ലഫ്റ്റനൻ്റ് എന്നുള്ള ശബ്ദവും അതിലുപയോഗിച്ചിരിക്കുന്ന ആ വാക്കിനുപയോഗിച്ചിരിക്കുന്ന സ്പെല്ലിങ്ങും രണ്ടും രണ്ടാണ്. സോ നമുക്കൊന്ന് പഠിക്കാം. ലൈ യു 10 ആൻഡ് 10 ഉറുമ്പേ നീ കിടക്കട. ലൈ LIE യു 10 TEN ആൻഡ് ANT ലഫ്റ്റനൻറ്റ്. മറ്റൊരു വാക്കുകൂടി നമുക്ക് നോക്കാം. പലപ്പോഴും സൂപ്രണ്ടൻറ്റ് എന്ന് പറയാൻ നേരത്ത് അല്ലേ, അതിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് എങ്ങനെയാണ് കാണാതെ പഠിക്കേണ്ടുന്നത് എന്ന് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. സൂപ്പർ, ഇൻ, 10, ഡെൻറ്റ് അങ്ങനെ പഠിച്ച് അതിൻ്റെ മലയാളത്തിൽ ചെറിയൊരു ഹാസ്യം കൂടി കലർത്തി കഴിഞ്ഞാൽ നമ്മൾ മറക്കത്തില്ല. പിന്നെ ഈ ഡെൻറ്റ് എന്ന് പറഞ്ഞാൽ DNT എന്ന് പറഞ്ഞാൽ ചളുക്കൽ അല്ലെങ്കിൽ ചളുങ്ങിയ എന്നുള്ള അല്ലെങ്കിൽ ചളുങ്ങുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന പദമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡെൻറ്റ് എന്ന് നമുക്ക് ആദ്യം എടുക്കാം, DNT. അങ്ങനെയാണെങ്കിൽ 10 അതിൻ്റെ മുമ്പിൽ വരുന്നത്. അപ്പം 10 ചളുക്കൽ ഇൻ ഉണ്ട്, അത് സൂപ്പറാണ് എന്ന് പറയുമ്പോൾ സൂപ്പറിൻറ്റൻറ്റ് എന്ന് നമുക്ക് സ്പെല്ലിംഗ് കിട്ടും. സൂപ്പർ ഇൻ 10 ഡെൻറ്റ് അല്ലേ? 10 ചളുക്കളിൽ സൂപ്പർ, സൂപ്പറിൻറ്റൻറ്റ്.